dear students, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today I am here with the paper Managerial Economics, which is a core paper for BCom Tax Procedure and Practices students under Kerala University. This is the 15th lecture of the series. In this lecture, we are discussing about law of demand. We already learned about what's the meaning of demand. Demand has no meaning unless it is always calculated at a price. It always reveals how much of a commodity is purchased at a given price. Different quantities are demanded at different prices. Generally, a person demands more at a lower price and less at a higher price. The law of demand states that higher the price, lower the demand, and vice versa. Other things remain the same. ഒരു നിശ്ചിത പ്രൈസിൽ ആ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ എത്ര ആൾക്കാർ റെഡി ആവുന്നു എന്നുള്ളതാണ് ഡിമാൻഡ്. അപ്പോൾ പ്രൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിമാൻഡിന് മീനിങ് ഉണ്ടാവുകയുള്ളൂ. ഓരോ ഡിഫറെൻറ്റ് പ്രൈസിലും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. പൊതുവായിട്ട് ആൾക്കാരൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത് പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുകയും പ്രൈസ് കൂടിയിരിക്കുമ്പോൾ കുറച്ച് ഡിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ് ചെയ്യുന്നത് പ്രൈസ് കുറവായിരിക്കുമ്പോൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു, പ്രൈസ് കൂടിയിരിക്കുമ്പോൾ കുറച്ച് ഡിമാൻഡ് ചെയ്യുന്നു. ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. പ്രൈസ് കുറയുമ്പം ഡിമാൻഡ് കൂടുന്നു, പ്രൈസ് കൂടുമ്പം ഡിമാൻഡ് കുറയുന്നു. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. വേറെ റീസൺസ് കൊണ്ടും ഡിമാൻഡിൽ വേരിയേഷൻസ് ഉണ്ടാവാം. എക്സാമ്പിൾ, ഫാഷൻ ചേഞ്ച് ചെയ്യാം, സീസൺ ചേഞ്ച് ചെയ്യാം, പോപ്പുലേഷൻ ചേഞ്ച് ചെയ്യാം, കൺസ്യൂമേഴ്സിൻ്റെ ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ച് കൊണ്ട് നമുക്ക് എന്തുണ്ടാവാം, ഡിമാൻഡിൽ ചേഞ്ചസ് ഉണ്ടാവാം. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് മാത്രമുള്ള റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. ബാക്കി എല്ലാ ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി റീസൺസ് എല്ലാം സെയിം ആയിരിക്കുമ്പോൾ പ്രൈസിലും ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഉണ്ടാകുന്ന വേരിയേഷനാണ് ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈവൻ വെൻ ദ പ്രൈസ് റിമെയിൻ അൺചേഞ്ച്, ഇറ്റ് ചേഞ്ച് ഇൻ അതർ തിങ്സ് ലൈക്ക് ഫാഷൻ, സീസൺ, പോപ്പുലേഷൻ, കൺസ്യൂമേഴ്സ് ഇൻകം മേ റിസൾട്ട് ഇൻ എ ചേഞ്ച് ഇൻ ഡിമാൻഡ്. ലുക്ക് അറ്റ് ദ ഡിമാൻഡ് ഷെഡ്യൂൾ. The price quantity relation can be arithmetically represented in the form of a table showing different prices and corresponding quantities demanded. This table is known as demand schedule. It shows the different quantities that are demanded at different prices. പ്രൈസിനെയും ക്വാണ്ടിറ്റി ഡിമാൻഡിനെയും അരിത്തമെറ്റിക്കലി നമ്മളൊരു ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ടേബിളിൽ ഓരോ പ്രൈസിനനുസരിച്ചും എത്രത്തോളം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷനാണ് ഈ ടേബിൾ ഷോ ചെയ്യുന്നത്. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്ന ഈ ടേബിളിൻ്റെ പേരാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. The price quantity relation can be arithmetically represented in the form of a table known as demand schedule. ലോ ഓഫ് ഡിമാൻഡിന്റെ ടേബിളിനെയാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പം ഡിമാൻഡ് ഷെഡ്യൂൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ പ്രൈസ് ഓഫ് ഓറഞ്ചസ് ഇൻ റുപ്പീസ് കാണിച്ചിട്ടുണ്ട്, കിലോഗ്രാം ഓഫ് ഓറഞ്ച് ഡിമാൻഡ് ചെയ്തത്. അപ്പോൾ ഏതൊക്കെ പ്രൈസിൽ എത്രത്തോളം ഡിമാൻഡാണ് നമ്മൾ നടത്തിയിട്ടുള്ളതെന്നാണ് ടേബിൾ ഷോ ചെയ്യുന്നത്. ഓറഞ്ചിന്റെ പ്രൈസ് 80 ആയിരുന്നപ്പോൾ നമ്മൾ ഓറഞ്ച് ഡിമാൻഡ് ചെയ്തത് 2 kg ആണ്. ദെൻ 80 നിന്നും 60 ആയിട്ട് ഓറഞ്ചിന്റെ പ്രൈസ് കുറഞ്ഞപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 നിന്നും 3 ആയിട്ട് കൂടി. ദെൻ അങ്ങനെ കുറഞ്ഞു വരികയായിരുന്നു. ഓറഞ്ചിന്റെ പ്രൈസ് 80 നിന്നും 30 ആയപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 80 പ്രൈസ് ആയിരുന്നപ്പോൾ 2 കിലോ മേടിച്ചിരുന്നത് 30 പൈസ ആയപ്പോൾ നമ്മൾ 12 കിലോ മേടിച്ചു. അങ്ങനെ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ തന്നെയാണ് ഈ ഡിമാൻഡ് ഷെഡ്യൂളും ഷോ ചെയ്യുന്നത്. ഇതിൽ പ്രൈസിന്റെയും ക്വാണ്ടിറ്റിയുടെയും റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. പ്രൈസിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ചെയ്യുന്നത് കുറയുന്നു, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ചെയ്യുന്നത് കൂടുന്നു. പ്രൈസ് കുറയുമ്പോൾ
ഡിമാൻഡ് ചെയ്യുന്നത് കൂടുന്നു, പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് ചെയ്യുന്നത് കുറയും. അങ്ങനെ അതാണ് നമ്മൾ പറയുന്ന ലോ ഓഫ് ഡിമാൻഡ്. പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നതുകൊണ്ടും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നതുകൊണ്ടും ഇത് രണ്ടും തമ്മിൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ഡിമാൻഡ് ഷെഡ്യൂൾഡ് ബേസിസിലാണ് നമ്മൾ ഡിമാൻഡ് കർവ് വരയ്ക്കുന്നത്. Look at the demand curve. The law of demand or the price quantity relation can also be shown by means of a chart known as demand curve. Demand curve is the graphical representation of the demand schedule. X-axis represents quantity of oranges and Y-axis represents the price of oranges. DD is the demand curve. The demand curve DD slopes downward from left to right. ഈ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നതും പ്രൈസ് ക്വാണ്ടിറ്റി റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്നത് തന്നെയാണ്. അതൊരു ചാർട്ടിലൂടെയാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് വരയ്ക്കുക, ഡിമാൻഡ് കർവ് വരയ്ക്കുന്നത്. നമ്മൾ ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ മെഷർമെൻ്റ് എടുക്കുക. അതുപോലെ തന്നെ വൈ ആക്സിസിലും 1 സെൻറ്റിമീറ്റർ വെച്ച് മെഷർമെൻ്റ് എടുക്കണം. അതിനുശേഷം മാത്രമേ ഓരോ വാല്യൂസും നമ്മൾ ആഡ് ചെയ്യാവൂ. ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ വാല്യൂസാണ് നമ്മൾ ഗ്രാഫിൽ ആഡ് ചെയ്യുന്നത്. ഡിമാൻഡ് ഷെഡ്യൂളിന്റെ ബേസിസിലാണ് നമ്മൾ ഡിമാൻഡ് കർവ് വരയ്ക്കുന്നത്. അപ്പം എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും വൈ ആക്സിസിൽ പ്രൈസുമാണ് ഷോ ചെയ്യുന്നത്. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ വൈ ആക്സിസിൽ പ്രൈസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രൈസ് ഓഫ് ഓറഞ്ച് 80-ലായിരുന്നപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്ത ഓറഞ്ച് എന്ന് പറയുന്നത് 2 80-ൽ നിന്നും 60-ലേക്ക് കുറഞ്ഞപ്പോൾ 2-ൽ നിന്നും 3-ലേക്ക് കൂടി, 60-ൽ നിന്നും 50-ലേക്ക് കുറഞ്ഞപ്പോൾ 3-ൽ നിന്നും 5-ലേക്ക് നമ്മൾ കൂടുതൽ മേടിച്ചു, 50-ൽ നിന്നും 40-ലേക്ക് കുറഞ്ഞപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്ത ഓറഞ്ച് എന്ന് പറഞ്ഞാൽ 5-ൽ നിന്നും 8-ലേക്ക് കൂടി, then 40-ൽ നിന്നും 30 രൂപയായിട്ട് കുറഞ്ഞപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്ത കിലോഗ്രാം എന്ന് പറയുന്ന ഓറഞ്ച് മേടിക്കുന്നത് 8-ൽ നിന്നും 12 ആയിട്ട് കൂടി. അത് നമ്മൾ ഗ്രാഫിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, റെപ്രസെന്റ് ചെയ്യാണ്. 80 ആയിരുന്നപ്പോൾ 2 കിലോഗ്രാം നമ്മൾ മേടിച്ചു, 60 ആയിരുന്നപ്പോൾ 3 കിലോഗ്രാം മേടിച്ചു, 50 ആയിരുന്നപ്പോൾ 5 കിലോഗ്രാം മേടിച്ചു, 40 ആയിരുന്നപ്പോൾ 8 കിലോഗ്രാം മേടിച്ചു, then 30 ആയിരുന്നപ്പോൾ 12 കിലോഗ്രാം മേടിച്ചു. അങ്ങനെയെങ്കിൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡി ഡി ഷോ ചെയ്യുന്നു. ഡി ഡി ഡിമാൻഡ് കർവ് ഷോസ് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് കർവ് ആണ്. ഡി ഡി ഡിമാൻഡ് കർവ് ആണ്. ഡിമാൻഡ് കർവ് ഷോ ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ആണ്. The downward slopes of the demand curve shows that more is demanded at lower prices. The curve shows that if the price is reduced from 80 to 60, the quantity of orange demanded will increases from 2 kg to 4 kg. If the price is reduced from 60 to 40, the quantity of oranges demanded will increase from 3 kg to 8 kg. So, the law states that higher the price, lower the demand and vice versa, other things remaining the same. Then, look at the assumptions of the law of demand. There is no change in the income of the consumer. ഈ ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകത്തിൽ വേരിയേഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. നോ ചേഞ്ച് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. സെക്കൻഡ് പറയുന്ന അസംഷൻ, ദർ ആർ നോ ചേഞ്ച് ഇൻ ദ ടേസ്റ്റ്, ഹാബിറ്റ്സ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റും ഹാബിറ്റും പ്രിഫറൻസും ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. നെക്സ്റ്റ് വൺ ആണ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഫാഷൻ. ഫാഷനും ചേഞ്ച് ചെയ്യാനൊന്നും പാടില്ല. Another one, the price of related goods like substitutes and complementary goods remain unchanged. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സുകളും കോംപ്ലിമെൻ്ററി ഗുഡ്സുകളുടെയും റേറ്റ്, ദാറ്റ് ഈസ് പ്രൈസ് ചേഞ്ച് ചെയ്യാനേ പാടില്ല. ഏതൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്? ടീക്ക് പകരം നമുക്ക് കോഫി ഉപയോഗിക്കാം. അപ്പോൾ ടീയും കോഫിയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സുകളാണ്. അപ്പോൾ ഏതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്? കാറും പെട്രോളും കോംപ്ലിമെൻ്ററി ഗുഡ്സാണ്. ബ്രെഡും ജാമും കോംപ്ലിമെൻ്ററി ഗുഡ്സുകളാണ്. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സുകളുടെയും കോംപ്ലിമെൻ്ററി ഗുഡ്സുകളുടെയും പ്രൈസിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ചേഞ്ച് ഉണ്ടായില്ലെങ്കിൽ മാത്രമേ നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ ആവുകയുള്ളൂ.
നെക്സ്റ്റ് പറയുന്നത് ദർ ഈസ് നോ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫ്യൂച്ചർ ചേഞ്ച് ഇൻ പ്രൈസ്. ഫോർ എക്സാമ്പിൾ, ഫ്യൂച്ചറിൽ ഷുഗറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രൈസ് കൂടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇപ്പോഴേ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കും. ഫ്യൂച്ചറിൽ പ്രൈസ് കുറയുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ പർച്ചേസിനെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യും. ഇപ്പോൾ വാങ്ങില്ല, പ്രൈസ് കുറഞ്ഞതിന് ശേഷം മേടിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ പർച്ചേസിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റും. ഈ രണ്ട് എക്സ്പെക്റ്റേഷൻസും ഉണ്ടാവാൻ പാടില്ല. ഫ്യൂച്ചറിൽ ഒരു പ്രൈസ് ചേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. എ ഫ്യൂച്ചർ ഷോർട്ടേജ് ഇൻ സപ്ലൈ ഈസ് നോട്ട് എക്സ്പെക്റ്റഡ്. ഫ്യൂച്ചറിൽ സപ്ലൈ കുറവാകുന്ന ഒരു സിറ്റുവേഷനും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. അനദർ വൺ, നോ ഇന്നോവേഷൻസ് ഓർ നോ ന്യൂ ബെറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ പുതിയ പ്രോഡക്റ്റോ പുതിയ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റോ പുതിയ ഇന്നോവേഷൻസോ ഒന്നും വരാൻ പാടില്ല. എങ്ങനെയാണോ ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേ രീതി തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ലാസ്റ്റ് പറയുന്ന അസംഷനാണ് ദ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് റിമെയിൻ ദ സെയിം. എത്ര കൺസ്യൂമേഴ്സ് ആണോ നമുക്കുണ്ടായിരുന്നത് ആ സെയിം കൺസ്യൂമേഴ്സ് തന്നെ ഉണ്ടാവണം. കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ലോ ഓഫ് ഡിമാൻഡിന് 8 അസംഷൻസ് ആണ് പറഞ്ഞത്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ ടേസ്റ്റ്, ഹാബിറ്റ്സ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഫാഷൻ. The price of related goods like substitutes and complementary goods remain unchanged. There is no expectations of a future change in price. A future shortage in supply is not expected. No innovations or no new better substitute products in the market. The number of consumers remain the same. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.